ഹലോ ഹലോ പ്രിയ എവിടെയുള്ളത് ഇപ്പൊ നമ്മളുള്ളത് കണ്ണൂരാണ്. കണ്ണൂര് മണിക്കൂറിന്റെ ഒരു ചെറിയ ഡാൻസിന്റെ ക്ലാസ്സിന് വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ മണിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതെ, അപ്പൊ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്ന മണിക്കൂട്ടിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ അത്രയായിട്ടില്ല, ഒരു 10 ദിവസം മുന്നേ മേതുട്ടിന്റെ ബർത്ത്ഡേ ഉണ്ടായിന്. സെലിബ്രേറ്റ് ചെയ്തു. പിന്നെന്ന് വെച്ചാൽ മേതുട്ടിന്റെ ബർത്ത്ഡേ ആ ഒരു കൊറോണ സമയം അങ്ങനെയെല്ലാം ഇതായത് നമ്മൾ ഇതുവരെ ഒരു സെലിബ്രേഷൻ നടത്തിയില്ല. മണിക്കൂട്ടിന്റെ പിന്നെ നമ്മള് 1ാം വയസ്സ് 2ാം വയസ്സ് 3ാം വയസ്സ് എല്ലാം സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മണിക്കൂട്ടിനോടേക്ക് മണിക്കൂട്ടിനും പറഞ്ഞു വേണ്ട സെലിബ്രേഷൻ ഒന്നും വേണ്ട എന്നല്ല, വലിയവനും താല്പര്യമൊന്നുമില്ല. അപ്പൊ ഭയങ്കര സൗണ്ട് ഒന്നാമത് മേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞത് രാവിലെ വന്നതാണ്. ആ ഒരു തിരക്കിന് മേക്ക് ഒന്നും എടുത്തില്ല. ഡാൻസ് ക്ലാസ്സിനായിട്ട്. അപ്പൊ നമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും അങ്ങനെ നമ്മുടെ മണിക്കൂട്ടിന്റെ ബർത്ത്ഡേ അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പൊ ഓനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണത്. അപ്പൊ ഓൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അപ്പൊ നമ്മ പറഞ്ഞു അത് നമുക്ക് മണിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ വരുന്നുണ്ട് ഒരാള് ഡാൻസും കഴിഞ്ഞിട്ട്. എന്താ ഡ്രസ് ഇടാന്? ഡ്രസ് ഇടാൻ കഴിഞ്ഞു വന്നിട്ട് ഡാൻസ് കഴിഞ്ഞോ? അതെയാ, ഡാൻസ് അല്ല, ആ ഒരു അതന്നെ ഫ്ലിപ്പിങ്ങിന്റെ പ്രാക്ടീസ് കഴിഞ്ഞാ. എന്നാ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ പോയാന്ന് പറഞ്ഞു. ആകെ ക്ഷീണായിട്ടാ വന്നത്. അപ്പൊ ഒന്നും പറയാനും കിട്ടുന്നില്ല. ഫുഡെല്ലാം കഴിക്കണം അത്ര കേട്ടാ, കാരണം ഈ രാവിലെ എണീച്ച് വരുന്ന ശീലം ഇല്ലല്ലോ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എത്തിയിട്ട് അതിരാവിലെ എണീച്ച് നമ്മള് 9:30 ആകുമ്പോൾ കണ്ണൂർ എത്തിച്ചാൽ 1.5 മണിക്കൂർ യാത്രയും കഴിഞ്ഞ്. അതിന് വേറൊരു കാര്യമുണ്ട്. ഇന്നലെ നമ്മള് വൈകുന്നേരം ആയിരുന്നു ക്ലാസ്. അപ്പൊ നൈറ്റിലാണ് എത്തിയത്. ബ്ലോക്കൽ ആയതുകൊണ്ട് നൈറ്റാ വീട്ടിലെത്തിയത്. മേതൂട്ടിക്ക് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നേ. ഇന്ന് രാവിലെ പിന്നെ ഓള് ഉറങ്ങി എണീക്കാത്തോണ്ട് ഓളെ കൂട്ടിയില്ല. കണ്ണൂര് പോയി വരുമെന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ചടങ്ങാണ്. ഭയങ്കര ബ്ലോക്കാണ്, എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോലെ അപ്പൊ നമ്മള് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ പോവാ. നീ ഒന്നും ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഇതെല്ലാം പ്രാക്ടീസ് എല്ലാം രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോ ഇപ്പൊ വിശക്കാൻ തുടങ്ങി ഒന്ന്. ഇതൊന്നും എല്ലാം തൂക്കിട്ട് വണ്ടി. അപ്പൊ ഏതായാലും നമ്മള് പോവാലോ. നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിച്ചാലോ. അനിയത്തിനെ രാവിലെ അനിയത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവനൊപ്പം വരാൻ വേണ്ടി. ഇപ്പൊ രാവിലെ ഓള് ഉറങ്ങി എണീച്ചില്ല. എല്ലാം ഭയങ്കര ഇഷ്ടം, പക്ഷെ ഉറങ്ങി എണീക്കാൻ ഇഷ്ടമല്ല. ഇനിയിപ്പോ പോയിട്ട് അറിയാം ബാക്കി. ഓൾ എന്തേ വിളിക്കാൻ. അതെയാ, മോളെ വാ നമുക്ക് ഡാൻസ് കളിക്കാൻ പോണെന്ന് വെച്ചാൽ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് പ്രശ്നം നമുക്ക് ഇവിടെ പോയിട്ട് മാഷിനോട് പറയണ്ടേ. കണ്ണൂര് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അല്ലേ? ബസ് സ്റ്റാൻഡിലെത്തി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറയാ? ഉദ്ദേശം എന്ന് വെച്ചാല് എനിക്ക് മേതുട്ടിന്റെ ഫ്രണ്ടിന്റെ അമ്മേനെ കാണണം. അപ്പൊ അവര് ഇവിടെ നിക്കാന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഷോപ്പിൽ നിക്കാന്ന് പറഞ്ഞു. ചോദിക്കണത്ര ചിലപ്പം തിരക്കാന്നെങ്കിലും വെച്ചിട്ട് വിളിച്ചു ചോദിക്കാതെ. മണിക്കൂട്ടാ, മണി വണ്ടിയിലിരുന്നാലും മതി. നീ വരുന്ന നമ്മളെപ്പം വരുന്ന വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കണ്ട. ഇനിയിപ്പോ വണ്ടി എത്ര സമയം നമ്മ 1 മണിക്കൂറിൽ മടങ്ങിട്ടുണ്ടെങ്കിലും പറഞ്ഞേര് സംസാരിച്ച് വന്നിട്ടുണ്ടെങ്കിലും അല്ലേ. എന്നാ പിന്നെ നീ അത് ചീർപ്പെടുത്തിട്ട് വന്ന് നമ്മളപ്പോ ചായ കുടിക്കണം ചേച്ചിനെ. പക്ഷെ ചായ കുടിച്ചില്ല, കാരണം ശ്രീനാട്ടൻ ഇവന് മുട്ടായി മണിക്കാൻ പോയ സമയത്ത് ഒരപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഇതാണ് കണ്ണൂരപ്പം. കത്തിയൊന്നും ഇല്ലാത്തോണ്ട് കൈ കൊണ്ട് പൊട്ടിച്ച് കണ്ണൂരപ്പട്ട. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇപ്പൊ ഇത്രയും നല്ല ടേസ്റ്റും ഉണ്ട്. ഉള്ളില് നല്ല പോലെ ഇല്ല അപ്പാന്ന്. അടിപൊളി സുബീരെ ശാന്തമ്മയാക്കലുണ്ട്. കൊണ്ടാന്ന് പറഞ്ഞ എനിക്ക് കൊണ്ടാന്ന് പറഞ്ഞു വായി കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. മിണ്ടാണ്ടിരിക്കുമല്ലോ കുറച്ച്. അപ്പൊ ഇനിയിപ്പോ ഒരു പീസ് അമ്മമ്മക്കും മേതൊട്ടിക്കും വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ പറയാൻ പറഞ്ഞ ഇന്ന് മണിക്കൂട്ടിന്റെ മാത്രം ബർത്ത്ഡേ അല്ല കേട്ടാ, മണിക്കൂട്ടന്റെയും അമ്മമ്മേന്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് വരുന്നല്ലോ. മണിക്കൂട്ടാൻ രണ്ടാളും ഒരേ ദിവസം രണ്ടാക്കും ഒരേ വയസ്സ്. അവിടെ നമുക്ക് ഭയങ്കര ബുദ്ധി, മേലി ജനിച്ചവർക്കെല്ലാം ഭയങ്കര ബുദ്ധി കൂടുതലാണ്, ഭയങ്കര ശാന്തതയാണ്. അല്ല, അമ്മാമേന്റെ തന്നെ വയസ്സുമായി അമ്മ പറയുന്നു. ഒരേ വയസ്സാണ്. 57 വയസ്സാ. അപ്പുറം ജനിച്ചാൽ നിങ്ങൾ അപ്പൊ ഒരേ വയസ്സായില്ലേ? നമുക്ക് ആടെ എത്തിയിട്ട് വിളിച്ചു നോക്കാം ഇറങ്ങിക്കറ. ഞാൻ ഓഫാക്കട്ടെ, ഞാൻ വിളിച്ചു നോക്കട്ടെ. മതിയാക്കാനായിട്ടില്ല. നീ തുറന്നിറങ്ങടാ, പുറത്തേക്ക് ഇറങ്ങി. നിന്നെ കൂട്ടാണ്ട് പോവില്ല ഞാൻ.
ഓഫാക്കിട്ട് ഇറങ്ങിയാ പോരെ. മണിക്കൂട്ടനെ പേടി പേടിയൊന്നുമല്ല. അതാ പിന്നെ നീ മണിക്ക് പണ്ടേ പേടി എന്നാ മണീനെ എടുക്കും മണി നമ്മളെ വിട്ട് പോകുന്നില്ല. നോക്കട്ടെ ഓന്റെ നമുക്ക് പരീക്ഷിക്കേ. അപ്പൊ ഏതായാലും മണിക്കൂട്ടിനോട് സർപ്രൈസ് കാണാന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് സർപ്രൈസ് കൊടുക്കവാ. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ. അവിടെ കട ഓപ്പൺ ആയിനോന്ന് അറിയില്ല. നോക്കറാടി ഇരുന്നിട്ട് പേടി, ഭയങ്കര പേടിയാണ്. വെയിലത്ത് നിങ്ങൾ ഇവിടുന്ന് വർത്താനം പറയുന്നല്ലേ. വണ്ടി എടുത്ത് പോകുമെന്ന് പേടിച്ചിട്ട് ആള് വീണ്ടും കയറി. ഞാൻ വിളിക്കട്ടെ, വാ നമുക്ക് ഇറങ്ങാലോ. വാ വാ. വിളിച്ചോക്കട്ടെ. ഹലോ. ആ എടാ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് കൂടി. അതെയാ, എന്നാ വാ നടക്ക് നടക്ക്. സ്പെഷ്യാലിറ്റി അപ്പുറത്ത് കാണുന്നുണ്ട്. നല്ല സൗണ്ട് ആണ് കേട്ടോ. കാരണം അല്ലേ ആ കച്ചപ്പാടും പോലെ തന്നെയായിരിക്കും. അപ്പൊ ഈടെ ഓപ്പോസിറ്റ് നിക്കാനാ പറഞ്ഞേ. എന്തിനാ ഈ വെയിലത്ത് നിൽക്കുന്നേ? നമുക്ക് ഉള്ളിൽ കയറിയിരിക്കാം. അച്ഛൻ എനിക്കൊരു സാധനം വാങ്ങിത്തരാം. എന്റെ പിറന്നാളല്ലേ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ചൂടായി കളിക്കല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാറാണ്. എത്തിപ്പെട്ടത് ഇതേ ഷോപ്പിന്റെ അടുത്താ. നീ ഓളെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് സ്ഥലം മാറ്റി കൂടെയെന്ന്. നമ്മൾ എത്തിയത് ഒരു ടോയ്സിന്റെ കാറിന്റെ മുന്നിലാണ്. ഒരു ടോയ്സിന്റെ ഷോപ്പിന്റെ അടുത്ത് വെറുതെ കയറാ. ഈ വെയിലത്ത് കണ്ടപ്പോഴത്തേക്കേ വരുള്ളൂ. നോക്കാം. നമ്മളൊരാൾ കാണാൻ നോക്കി നീ കാട് നോക്കിയെന്ന് മണിക്കൂട്ടാ. കാർ നോക്കാം മണിക്കൂട്ടാ. കാറ് മതി. കാറൊന്നുമില്ല. കാർ എന്നോട് മനുഷ്യരില്ലാന്ന് പറഞ്ഞല്ലേ. നീയല്ലേ പറഞ്ഞു ഒന്നും വേണ്ട. പെരുന്നാളിനൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ നീ. എന്നാടാ പണി? ഇപ്പൊ നമുക്ക് എടുക്കലായില്ലേ. മണി ഇഷ്ടപ്പെട്ടാ? സർപ്രൈസ് ആയിനാ? നമുക്ക് വേണ്ട. ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നേ. മണിക്കൂട്ടി നമ്മ വേറെ ആരും കാണാനില്ല. എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നത് തന്നെയാണ്. ഇത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ആളെ മക്കാറാക്കുന്ന രീതിയിൽ പരിപാടി ചെയ്യാൻ പാടില്ല അല്ലേ? കാണിക്കറ. സന്തോഷായ? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന? ഇല്ല അല്ലേ? എങ്ങനെയുണ്ട് സർപ്രൈസ്? അടിപൊളി സർപ്രൈസ് അല്ലല്ലോ, പറഞ്ഞിട്ട് വാങ്ങിയതില്ല. ഇപ്പ അല്ല, നീ എനിക്ക് സർപ്രൈസ് ആണെന്ന് തോന്നുന്നു. ഓൻ വിചാരിച്ചു പറഞ്ഞിട്ട് വാങ്ങിയതെന്ന്. നമ്മ ഇങ്ങോട്ട് വന്നത് തന്നെയാണ്. ആ കാര്യത്തില് സർപ്രൈസ് ആയി. നല്ലോണം മണിക്കൂട്ട ഇഷ്ടായോ അങ്ങനെ ചോദിക്കലുണ്ടോ? എനിക്ക് കാണാനില്ല. ജിതേനെ കണ്ടിട്ടുള്ള സീനാട്ടാ. അമ്മേന്റെ ഫ്രണ്ടിനെ കണ്ടില്ല. വെറുതെ പറഞ്ഞ നമ്മള്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മണിക്കൂട്ടൻ നമ്മള് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവള് പ്രിയന്റെ ഫ്രണ്ടിനെ കാണാൻ ഇങ്ങോട്ട് വരലുണ്ട്. ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ശരിക്കും വിചാരിച്ചു ഇങ്ങനെ കാണാൻ വന്നത് ജസ്റ്റ് നടക്കേറിട്ട് ഇങ്ങനെ വരുന്ന ഞാൻ വിചാരിച്ചില്ല. അത് നമ്മ പോയി നിന്ന് തന്നെ ഈ ടോയ്സിന്റെ മുന്നിലാണ്. ഇവനിങ്ങനെ നോക്കുന്ന സമയത്ത് കാർ കണ്ടു. അപ്പൊ ചെറിയ കാർ എടുത്തിനി. ഇവൻ ആദ്യം തന്നെ ചെറിയ കാർ എടുത്തു. എന്നിട്ട് പറഞ്ഞു ഇവന് അറിയാ നമ്മ മേടിച്ചു കൊടുക്കൂലെന്ന്. ആടെ എത്തിയാടെ ഇങ്ങോട്ട് പറഞ്ഞു എനക്ക് നിങ്ങള് ഗിഫ്റ്റ് മേടിക്കുന്നു പറഞ്ഞിട്ട് അത് വിളിച്ചിട്ടൊന്നുമില്ല. വെറുതെ ഫോൺ എടുത്ത് ചെവിക്ക് വെച്ചല്ലേ.
അങ്ങനെ നമ്മുടെ മണിക്കൂട്ടന് മണിക്കൂട്ടിന് ഇഷ്ടപ്പെട്ട ഒരു റിമോട്ട് കാർ എന്നുവെച്ചാൽ കുറെ നാളായി ഇവരിങ്ങനെ പറയുന്നത് റിമോട്ട് എന്നല്ല ഇവന് ഒരു കാർ വേണം പക്ഷെ റിമോട്ട് കാർ വേണമെന്നില്ലേ പറയാൻ ഇവര് മടി എന്നുവെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും സാധനം അപ്പൊ അത് വേണമെന്ന് പറയാൻ മടി അപ്പൊ ഒരു ചെറിയ കാറിൽ ഒതുക്കുന്ന വിചാരിച്ചിട്ട് ഇവൻ വർഷങ്ങളായി ഒരു കാറിനോട് ഒരു ചെറിയൊരു ക്രേസ് മറ്റേ ഇങ്ങനെ ഓടിച്ചു കളിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും കാരണം അപ്പം ഏതായാലും മണിക്കൂട്ടന്റെ ആഗ്രഹം ഇല്ലെന്ന് നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം ഇതിന്റെ ബാക്കി പുകല് വീട്ടിലെത്തിയാൽ അറിയാം ചെറുതെന്നാ കൊഴപ്പാക്കുന്നില്ല സമാധാനിപ്പിച്ചോണ്ടേ നിന്റെ പെങ്ങളത് അല്ല വല്ല ഐസ്ക്രീമും മേടിച്ച് പോകേണ്ടി വരും ഇപ്പൊ. അതെ അങ്ങനെ കയ്യും വീശി പോയിട്ട് നമുക്ക് ഏതായാലും മേതൂട്ടിന്റെ റിയാക്ഷനും കൂടി നമുക്ക് അറിയണം അവിടെ പോയിട്ട് ഇവിടെ ഡാൻസിന് വരാത്ത ഡാൻസിന് വരുമ്പോ കൂട്ടാണ്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് പ്രശ്നമായിട്ടേ ഇല്ലത് ഇപ്പം വിളിച്ചു വെച്ചതേ ഇല്ലൂ. അതെ ഇനിയിപ്പോ ബാക്കിയുള്ള റിയാക്ഷൻ നമുക്ക് അവിടെ പോയി കാണാം. നേരെ കിടന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇനി ട്രാഫിക് ആയിട്ടുണ്ടെങ്കിൽ വിശക്കും ചെയ്യുന്നുണ്ട്. രാവിലെ ആ ഒരു പിന്നെ അപ്പം കഴിച്ചതേ കണ്ണൂരപ്പം അല്ലേ? കണ്ണൂരപ്പല്ല അമ്മേനോട് ഭക്ഷണം ഉണ്ടോന്ന് ഇതിന്റെ പേരെന്നാണ് കുക്കറപ്പം കഴിച്ചതിൽ കണ്ണൂർ. അപ്പൊ ഏതായാലും നമ്മുടെ ഇവിടെ നിന്ന് പോവുകയാണ് കൂട്ടുകാരെ. അങ്ങനെ വലിയൊരു യാത്ര കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അറിയില്ലേ ഹായ് മേതു. ഹലോ മേതു. ഹായ് മേതു. മേതുട്ടി ഏട്ടനൊരു ഗിഫ്റ്റ്. എത്ര വിളിച്ചു എനക്കൊരു തല്ലു കിട്ടിട്ട് ഇവിടെ കലവര വീണു. മേതുട്ടി ചുടിയായിട്ടാ. എന്തിനാ മേതുട്ടി ചുടിയായത്? എന്തേ പറ, കാര്യം പറ. എന്തിനാണ് മേതുട്ടി അതൊന്നും മൈൻഡ് ആക്കിയില്ല. മുട്ടായി ഒന്നും വേണ്ട മേതുട്ടിക്ക്. മേതുട്ടി കട്ട ചൊടിയിലാണ് കേട്ടാ, കട്ട കലിപ്പിലേക്ക്. കുറെ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നു. കണ്ണൂരപ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മേതൂട്ടിക്കും കൂടി ഇനിയാണ് യുദ്ധം, റിയൽ യുദ്ധം ഇനിയാണ് ഹാപ്പനിങ്. മേതൂട്ടി എന്നാണ് ഇങ്ങനെ ആടിക്കൊണ്ട് ചിന്തിക്കുന്നത്? പറ. മേതൂട്ടിക്ക് നാളെ സ്കൂൾ തുറന്നല്ലേ? ഓ അതിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുവെന്ന്, പണ്ടത്തെ ഷേപ്പിലാണ് മുറിക്കേണ്ടതെന്നല്ലേ? അപ്പം മേതൂട്ടിൻ്റെ മുടി ഒന്ന് അടി ചെറുങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നാളെ മുതൽ മേതൂട്ടിക്ക് 2 സൈഡിലേക്കാണ് മുടി വെട്ടേണ്ടത്. 2 സൈഡിലേക്കല്ലേ? അല്ല പ്രിയേ, 2 സൈഡിലും കെട്ടണം. കൊമ്പ് കെട്ടണം. കൊമ്പ് കെട്ടണം, കൊമ്പ്. അപ്പോൾ നാളെ 2 സൈഡിലേക്കും കെട്ടണം. അപ്പോൾ കുറച്ച് മുടി വളർന്നു പോയി അല്ലേ? കുറേ ആയി മുറിച്ചിട്ട് ഇടക്കിടക്ക് വെട്ടി കൊടുക്കണം, അടിയെങ്കും വെട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരുന്നുണ്ട് ഇപ്പൊ ഒക്കെ. അതുകൊണ്ട് നമ്മള് മേതൂട്ടിന്റെ മുടി ഒന്ന് ചെറിയ നാളെ മുതൽ സ്കൂളിൽ പോകേണ്ടിയാന്ന്. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു. നേരത്തെ കിടന്ന് ഉറങ്ങണം. ഇവിടെ ഇപ്പം 12 മണി 1 മണിക്ക് ഉറങ്ങിയിട്ട് 10 മണിക്ക് എണീക്കല്. ഇനി ശീലങ്ങളെല്ലാം മാറ്റണല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11, 10 മണി 11 മണിക്കെല്ലാം 11 മണി എടാ 12, 1 മണിയാവില്ലേ? എടാ ചില സമയങ്ങളിൽ മേതൂട്ടി പിന്നെ എണീക്കലേ ഇല്ല, ഇങ്ങനെ ഒരേ ഉറക്കാണ്. അല്ല ആ സമയത്ത് ഉറങ്ങിയിട്ട് രാവിലെ 10, 11 മണിയാകുമ്പോ ഇനി പറഞ്ഞ ഇനിയത്തെ ഒരാഴ്ച ഭയങ്കര വിഷമായിരിക്കും. എനക്ക് വിഷമായിരിക്കും. മേതൂട്ടിക്ക് ഒരു 7 മണിക്കെങ്കിലും 7 മണിക്ക് മുന്നേ എണീക്കണം. ഗൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാണ് എന്നാ പ്രത്യേക ദിവസം പറഞ്ഞേ? നമ്മുടെ അമ്മാമേന്റെയും എന്റെ ഏട്ടന്റെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തില്ല നമ്മള്? അതെല്ലാം പറഞ്ഞില്ലേ നമ്മള്? സ്പെഷ്യൽ ഡേ അന്ന് സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചില്ലേ നമ്മള്? മേതു പറഞ്ഞിട്ടാ മേടിച്ചത് കേട്ടാ, അത് പറയാൻ മറന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് വാങ്ങേണ്ട കാര്യം മേതൂട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേതൂട്ടിയും
ഒരാളിവിടെ ഗിഫ്റ്റ് എടുത്തിരിക്കുന്നത് മേതൂട്ടിയും ഞാനും കൂടി തീരുമാനിച്ച സംഭവമാണ്. അപ്പം ലാസ്റ്റിൽ മേതൂട്ടി ഇങ്ങനെ ഉറക്കായതുകൊണ്ടാണ് പിടിക്കാൻ ബുദ്ധിമുട്ടണ്ട. അല്ല, മേതൂട്ടിയും ഞാനും കൂടി തീരുമാനിച്ചതാണ് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ മേതൂട്ടി പറഞ്ഞു വാ അച്ഛാ നമുക്ക് പോയിട്ട് മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ പോകുമ്പോഴേക്ക് മേതൂട്ടി നല്ല ഉറക്കായതുകൊണ്ട് നമ്മളെന്ത് തീരുമാനിച്ചു, ഞാനും പ്രിയയും കൂടി നമ്മൾ പ്ലാൻ ചേഞ്ച് ആക്കി. മണിക്ക് സർപ്രൈസ് കൊടുത്തല്ലേ മേതു, ഇഷ്ടായ അത് ഗിഫ്റ്റ്? എനിക്ക് ഓടിക്കാന്നില്ലേ, റെഡി ആയിട്ടുണ്ട് പ്രിയ. നമുക്കത് റൈഡ് ചെയ്യാലോ. മേതുട്ടിക്ക് റൈഡ് ചെയ്യണ്ടേ? മണി തരും മണി കൊടുക്കണേ. ഫസ്റ്റ് ഞാൻ റൈഡ് ചെയ്യും. ബാറ്ററിയിൽ ഇട്ടില്ലേ മണിക്കുട്ട? ബാറ്ററിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ടയർ മാറിയാണ്. മോനെ ജില്ലയിലേക്ക് പോയ മണിക്കൂട്ടൊന്ന് നോക്കട്ടെ. ജില്ലയിലേക്ക് പോകാലോ. മേത് ജില്ലയിലേക്ക് പോയി നോക്കട്ടെ, കാണിച്ചൊന്ന്. ജില്ലയിലേക്ക് നോക്കിക്കോ. ജില്ലയിലെ കൂടെ എല്ലാം പോവാ? ഓഫ് റോഡ് വണ്ടിയാ? കുറച്ചും കൂടെ വലുതാകുന്ന കയ്യിൽ തന്നെ പോവായിരുന്നു. അതെ ഇനി കുറച്ച് സമയം മേതൂട്ടിക്ക് കൊടുക്കടാ. ഇനി ഏതായാലും അവര് ഓടിച്ച് കളിക്കട്ടല്ലേ. ഇനി നേരെ നമ്മള് മേതൂട്ടിന്റെ മുടി മുറിക്കാനായിട്ട് പോയി. ഇന്നത്തെ ദിവസം ഫുൾ ഓട്ടായി പോയിട്ടാ. തലവേദന എടുത്ത് ഞാനൊരു ഗുളിക കഴിച്ചു. ഓരോരു ഡോളോ എടുത്തടിച്ചിട്ട് അതിന്റെ ബലത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ഇപ്പൊ. അപ്പോഴത്തെ വേറൊരു ബർത്ത്ഡേ ഗേൾ വേണല്ലോ ഇടാ. ബർത്ത്ഡേ ഗേൾ കുടുംബശ്രീ പോയിട്ട് വന്നതല്ലോ അല്ലേ? ബർത്ത്ഡേ ഗേൾ ബർത്ത്ഡേ ആയിട്ട് എന്നാകുമ്പോ എന്തെങ്കിലും ഒന്ന് വേണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളൊരു കേക്കെല്ലാം മുറിക്കേണ്ടിയാന്ന്. പക്ഷേ അമ്മക്കെല്ലാം ഒരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. നമ്മള് നമുക്കൊരു സാരി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാർജ് കഴിഞ്ഞോ? എന്നാ പിന്നെ നേരെ കുത്തിക്കോ, സമാധാനായി അടച്ച ചാർജിന് കുത്തിക്കോ. മേതൂട്ടി നമുക്ക് പോവാ, നിന്റെ മുടി പിടിക്കണ്ടേ? അപ്പൊ നമ്മള് മേതൂട്ടിന്റെ മുടി പിടിക്കാൻ വേണ്ടി മൊട്ടയടിക്കാന്ന് തോന്നുന്നു. അതെ, ഒരു തൊപ്പിയും മേടിക്കാൻ പറ്റി. അമ്മ വിശ്വസിക്കുന്നില്ല കേട്ടാ മൊട്ടയടിക്കുന്ന പറയുമ്പോ. അടിയെ മുറിക്കാൻ മൊത്തം പോയി കെട്ട്, എന്നാ പിന്നെ 2 ഭാഗത്തും കെട്ടണ്ടല്ലോ. അതെ സത്യം, 2 മാസം. ബാബാ ചാർജിന് വെച്ചിട്ട് 2 ആൾ ഇറങ്ങിക്കോ. വാ വാ. മുടിയെല്ലാം മൊത്തത്തിലങ്ങ് മാറ്റിയെടുക്കണ്ടല്ലോ. അച്ഛനെ മേതുട്ടിയുടെ കേളി ഹെയർ ഇഷ്ടം. നടത്തം തന്നെ മാറിപ്പോയി. എനിക്ക് മേതുട്ടിന്റെ പഴയ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു കേട്ടാ. മേതുട്ടി ഇങ്ങോട്ട് വന്നേ. മതി, അധികം ഷോ വേണ്ട. അതിപ്പോ ഇത് ചെറിയ ആ കേളി ഹെയർ ഇവിടെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോ ഒന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആയി പോയി. അത് ഇനി അത് കേളിയാൻ പോളത് ഇത്രയുണ്ടോ? അല്ല അത്രയൊന്നല്ല.
അതിനെ പറഞ്ഞിതാക്കല്ല. പക്ഷെ മോശമൊന്നുമില്ല, ഒരു വ്യത്യസ്തം. അതല്ല, മുടി കുട്ടികൾക്ക് മുറിച്ചു കൊടുക്കണം, എന്നാലും ഇത് വളരൂല. ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇവര് സ്വന്തമായിട്ട്. കുഴപ്പമില്ല, മാറ്റം വേണ്ടേ? മാറ്റം വേണം, ഒരു മാറ്റം വേണ്ടല്ലേ? മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതെല്ലാം പോട്ടെ, നമ്മ ഓളെ അഭിപ്രായം ചോദിക്കണം. മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇനി പാർക്കിലേക്കാ ഈ രാത്രിയാ 9 മണിക്ക് നേരെ താമസിക്കുമ്പോ നമ്മ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ പറയുന്നത് കേട്ടോ, നേരെ പാർക്കിലേക്ക് പോവാം. അവളങ്ങനെ എന്തെല്ലോ പറയുമ്പോ അത് കൊച്ചു കുഞ്ഞല്ലേ, നീ തൊണ്ടനെ. അതെ അതെ, എന്താ വെച്ചാൽ ഇവന്റെ പിറന്നാളാ ഇന്ന്. അത് മാത്രല്ല, ഇവൻ പറഞ്ഞില്ലേ അമ്മാവി ഇവന് ഒരേ ദിവസം വയസ്സായി. അവിടെ നീ നേരെ വീട്ടിലേക്ക് വിട്ടോ. കഴിക്കാൻ പോവാ.